മയക്കുമരുന്ന് കഴിച്ച് കിളിപോയ മൃഗങ്ങൾ, വെള്ളമടിച്ച് ഫിറ്റായി നടക്കുന്ന മൃഗങ്ങൾ, ഇത് സംഭവിക്കുമോ? സംഭവിച്ചു അങ്ങ് ബ്രസീലിൽ. ബ്രസീലിയൻ സമുദ്രത്തിലെ സ്രാവുകളിലാണ് മാരകമായ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. റിയോ ഡി ജനീവയ്ക്കടുത്തുള്ള കടലിൽ നിന്നുള്ള 13ഓളം സ്രാവുകളിലാണ് പരിശോധനയിൽ കൊക്കൈൻ സാന്നിധ്യം കണ്ടെത്തിയത്. മയക്കുമരുന്ന് സ്രാവുകളുടെ സ്വഭാവത്തെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുരുങ്ങിയ സ്രാവുകളെ പരിശോധിച്ചപ്പോഴാണ് അവയിൽ കൊക്കൈൻ കണ്ടെത്തിയത്. കൊക്കൈൻ ഷാർക്ക് എന്ന തലക്കെട്ടിൽ സയൻസ് ഓഫ് ദ ടോട്ടൽ എൻവയോൺമെൻറ്റിൽ പഠനവും പ്രസിദ്ധീകരിച്ചു. ഇതോടെയാണ് സംഭവം ആഗോള ശ്രദ്ധ നേടിയത്. ഇത്രയും കൂടിയ അളവിൽ കൊക്കൈൻ എങ്ങനെ സ്രാവുകളുടെ ശരീരത്തിൽ എത്തിയെന്ന സംശയത്തിലാണ് ഗവേഷകർ. പല നിഗമനങ്ങളാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അനധികൃത ലാബുകളിലെ ഡ്രെയിനേജ് വഴി കൊക്കൈൻ സ്രാവുകളിലേക്ക് എത്തിയതാവാം. മറ്റൊന്ന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ വിസർജ്യം കലർന്ന മലിനജലത്തിലൂടെ കൊക്കൈൻ ശരീരത്തിൽ കലർന്നതാവാം. മയക്കുമരുന്ന് കടത്തുകാർ ഏതെങ്കിലും സാഹചര്യത്തിൽ കടലിൽ തള്ളിയ കൊക്കൈനുകളും ഇതിന് കാരണമാകാമെന്നാണ് മറ്റൊരു നിഗമനം. ബ്രസീലിയൻ സംസ്ഥാനമായ സാവോ പോളോയിലെ സാൻഡോസ് ബേയിലെ പല ജീവികളിലും കൊക്കൈൻ ഗുരുതരമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതായും പഠനത്തിൽ കണ്ടെത്തി. ബ്രസീൽ വലിയ രീതിയിൽ കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമല്ലെങ്കിലും അവിടെ കയറ്റുമതി നടക്കുന്നുണ്ട്.